significance of A and theta 0. നമ്മളിപ്പോൾ കോൺസ്റ്റൻസ് ഓഫ് ഇൻ്റഗ്രേഷൻ എയും തീറ്റ സീറോയും ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂസും കണ്ടുപിടിച്ചു. ഇനി അതിന് നമ്മുടെ ഫിസിക്കൽ വേൾഡിൽ എന്താണ്, റിയൽ വേൾഡിൽ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് എ ആൻഡ് തീറ്റ സീറോ. ടേണിംഗ് പോയിന്റ്സിൽ എഫക്റ്റീവ് പൊട്ടൻഷ്യൽ എനർജിയും ടോട്ടൽ എനർജിക്ക് ഈക്വലൻ്റ് ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അറ്റ് ടേണിംഗ് പോയിന്റ്സ് വി എഫക്റ്റീവ് is equal to total energy. ടോട്ടൽ എനർജി എഫക്റ്റീവ് പൊട്ടൻഷ്യൽ എനർജിക്ക് ഈക്വലൻ്റ് ആണെന്ന് അറിയാം. അതായത് അവിടെ കൈനറ്റിക് എനർജി is equal to 0. നമുക്ക് കൈനറ്റിക് എനർജി 0 ആണെങ്കിൽ ടോട്ടൽ എനർജി വിൽ ബി വി എഫക്റ്റീവ്. അപ്പോൾ നമുക്ക് ആ പൊസിഷൻസ് R2 ആൻഡ് R3 നമ്മുടെ എനർജി ഡയഗ്രത്തിൽ R2 ആൻഡ് R3 ഇതാണ് ടേണിംഗ് പോയിന്റ്സ് R2 ആൻഡ് R3. ഈ ടു എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേണിംഗ് പോയിന്റ്സ് ആണ് R2 ആൻഡ് R3. ആ ടേണിംഗ് പോയിന്റ്സ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എങ്ങനെയാണ് നോക്കാം. വി എഫക്റ്റീവ് അറ്റ് ടേണിംഗ് പോയിന്റ് എന്ന് റെപ്രസെൻ്റ് ചെയ്യാൻ ടി പി എന്ന് എഴുതുന്നു. ഇറ്റ് ഈസ് ഈക്വൽ ടു എൽ സ്ക്വയർ ബൈ 2m ആർ സ്ക്വയർ എന്നാണ് ആർ ടി പി സ്ക്വയർ ടേണിംഗ് പോയിന്റ് ആണെന്ന് ഡിനോട്ട് ചെയ്യാം. മൈനസ് ജി എം എം ബൈ ആർ ടി പി ഇറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ എനർജി. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. ഇനി നമുക്ക് 1/r എന്ന് പറഞ്ഞാൽ യു ആണ്, അല്ലെങ്കിൽ 1/r സ്ക്വയർ എന്ന് പറഞ്ഞാൽ യു സ്ക്വയർ ആണെന്നുള്ള കണ്ടീഷനിലേക്ക് മാറ്റാം. അപ്പോൾ അതായത് ദെർഫോർ ഇൻ ടേംസ് ഓഫ് യുവിൻ്റെ ടേമിൽ ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം. അപ്പോൾ ആർ ടി പിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് യു ടി പി എന്ന് വരും അല്ലേ. അപ്പോൾ എൽ സ്ക്വയർ ബൈ 2m 1/r ടി പി സ്ക്വയറിന് പകരം യു ടി പി സ്ക്വയർ മൈനസ് ജി എം എം ബൈ ആർ ടി പിക്ക് പകരം ജി എം എം യു ടി പി. ഈ അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാം. മൈനസ് ഇ is equal to 0. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 7. അപ്പോൾ നമുക്കിത് നോക്കുമ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോമിലേക്ക് വേണമെങ്കിൽ നമുക്കതിനെ മാറ്റാം അല്ലേ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഇസ് ഈക്വൽ ടു 0. അതാണ് നമ്മുടെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലേ. ഇതിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ എ എക്സ് സ്ക്വയറിന് കറസ്പോണ്ടിങ് ആയിട്ട് യു ടി പി സ്ക്വയർ ആണ്. അപ്പോൾ യു ടി പി സ്ക്വയർ എക്സ് സ്ക്വയറിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ കോഎഫിഷ്യൻ്റ് എൽ സ്ക്വയർ ബൈ 2m. അപ്പോൾ എ is equal to എൽ സ്ക്വയർ ബൈ 2m. പിന്നെ യു ടി പി എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ബി ആണ്. അപ്പോൾ മൈനസ് ജി എം എം ആണ് ബി. പിന്നെ സി എന്ന് പറയുന്നത് മൈനസ് ഇ. ഓക്കെ. അപ്പോൾ നമുക്ക് ആ വാല്യൂ വെച്ചിട്ട് യു ടി പിക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ രണ്ട് സൊല്യൂഷൻ ഉണ്ടാവും. നമുക്കറിയാം ഡിസ്ക്രിമിനൻ്റ് മൈനസ് ബി. സൊല്യൂഷൻ എന്താ, എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ നമുക്ക് കമ്പയർ ചെയ്തിട്ട് ഇവിടെ ഹിയർ എ is equal to എൽ സ്ക്വയർ ബൈ 2m, b is equal to മൈനസ് ജി എം എം ആൻഡ് സി is equal to മൈനസ് ഇ. അപ്പോൾ യു ടി പിയുടെ രണ്ട് വാല്യൂസ് യു അപ്പ് ആൻഡ് ഡൗൺ. സൊല്യൂഷൻ ഓഫ് ദിസ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ യു പ്ലസ് ഓർ മൈനസ് എന്ന് കൊടുക്കാം അല്ലേ. എന്ത് കൊടുക്കാം, മൈനസ് ബി എന്ന് പറയുമ്പോൾ ഇവിടെ ഓൾറെഡി ബിക്ക് മൈനസ് ആണ്. അപ്പോൾ ജി എം എം പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ജി എം എം ഹോൾ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ എന്ന് പറയുമ്പോൾ എൽ സ്ക്വയർ ബൈ 2m ഇൻറ്റു സി എന്ന് പറയുമ്പോൾ മൈനസ് സി all divided by 2a, all divided by 2 into L square by 2m. 2 ക്യാൻസലായി എൽ സ്ക്വയർ ബൈ എം ഡിനോമിനേറ്ററിൽ നിന്ന് ന്യൂമറേറ്ററിലേക്ക് പോകും അല്ലേ. അപ്പോൾ
അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ടി ഈസ് ഈക്വൽ ടു എം ബൈ എൽ സ്ക്വയർ, പിന്നെ ബ്രാക്കറ്റിനകത്ത് ജി എം എം പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ജി എം എം ഹോൾ സ്ക്വയർ, മൈനസും മൈനസും പ്ലസ് ആയി, പ്ലസ് 4EL square by 2M. This is equation number 8. Okay. ഇനി വീണ്ടും നമുക്ക് ആറിൻ്റെ ടേമിലേക്ക് R2 R3 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? R2 R3 ഇപ്പോൾ U കിട്ടിക്കഴിഞ്ഞാൽ 1/U ആണെന്ന് നമ്മുടെ R2 ആൻഡ് R3 രണ്ട് പോയിന്റ്സ്, രണ്ട് സൊല്യൂഷൻ ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ? 1/U പ്ലസ് ഓർ മൈനസ് ആണ് എന്ത്? R2 ആൻഡ് R3 എന്ന് പറയുന്നത് ടേണിംഗ് പോയിന്റ്സ്. നമ്മൾ നേരത്തെ U ഈസ് ഈക്വൽ ടു GMM സ്ക്വയർ ബൈ L സ്ക്വയർ പ്ലസ് A കോസ് തീറ്റ മൈനസ് തീറ്റ 0 എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്വേഷൻ അറൈവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ യുവിൻ്റെ മാക്സിമം മിനിമം വാല്യൂസ് ഡിറ്റർമിൻ ചെയ്യണ ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഈ കോസ് തീറ്റ മൈനസ് തീറ്റ 0 ആണ്. മറ്റേതൊക്കെ കോൺസ്റ്റൻസ് ആണ്, അതിന് വലിയ റോളൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ മാക്സിമം ആൻഡ് മിനിമം വരുന്ന കണ്ടീഷൻസ്, മാക്സിമം ആൻഡ് മിനിമം വരുന്ന കണ്ടീഷൻസ് എന്ന് പറയുന്നത് കോസ് തീറ്റ മൈനസ് തീറ്റ 0, കോസ് തീറ്റയുടെ വാല്യൂ പ്ലസ് ഓർ മൈനസ് 1 ആണ് അല്ലേ? അതിനനുസരിച്ചിട്ടാണ് യു പ്ലസും യു മൈനസും വരുന്നത്. യു പ്ലസ് എന്ന് പറയുന്നത് നമുക്ക് മാക്സിമത്തിന് ഡിനോട്ട് ചെയ്യാം. യു പ്ലസ് ഈക്വൽ ടു എ പ്ലസ് ജി എം എം സ്ക്വയർ ബൈ എൽ സ്ക്വയർ. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 9. അപ്പോൾ യു മൈനസ് എന്ന് പറയുമ്പോൾ കോസ് തീറ്റ മൈനസ് തീറ്റ 0ന് -1 വരുമ്പോൾ യു മൈനസ് ഈസ് ഈക്വൽ ടു എ മൈനസ് സൈൻ ആവും പ്ലസ് ജി എം എം സ്ക്വയർ ബൈ എൽ സ്ക്വയർ, ഇക്വേഷൻ നമ്പർ 10. ഓക്കെ, ഇവിടെ കോസ് തീറ്റ മൈനസ് തീറ്റ 0ൻ്റെ വാല്യൂ ആണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. കോസ് തീറ്റ മൈനസ് തീറ്റ 0 പ്ലസ് 1 വരുമ്പോൾ ഉള്ള വാല്യൂ യു പ്ലസ്, -1 വരുമ്പോൾ യു മൈനസ്. നമ്മൾ GMM സ്ക്വയർ ബൈ എൽ സ്ക്വയറിനെ രണ്ടാമത് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ ഈ യു പ്ലസ് എന്നുള്ള ഇക്വേഷൻ 8ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ 8ൽ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കാമെന്ന് നോക്കാം. ഇക്വേഷൻ 8ൻ്റെ LHS യു പ്ലസ് ഓർ മൈനസ് ആണ്. അതിന് നമുക്ക് ഇവിടുത്തെ യു പ്ലസ് ആയിട്ട് ഇക്വേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, യു പ്ലസ് ഇൻ ഇക്വേഷൻ 8, അതായത് ഇക്വേഷൻ 9ൻ്റെ എ പ്ലസ് ജി എം എം സ്ക്വയർ ബൈ എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു RHSലുള്ളത് ഈ എം ബൈ എൽ സ്ക്വയറും നമ്മൾ റൈറ്റ്സ് ഇതിന് ബ്രാക്കറ്റിനകത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ജി എം എം സ്ക്വയർ ബൈ എൽ സ്ക്വയർ ഫസ്റ്റ് ടൈമിന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, പിന്നെ നമ്മുടെ ഈ എം ബൈ എൽ സ്ക്വയർ ഈ സ്ക്വയർ റൂട്ടിനകത്തുള്ള ടേമിനും ബാധകമാണ് അല്ലേ? എം ബൈ എൽ സ്ക്വയർ സ്ക്വയർ റൂട്ടിനകത്തേക്ക് പോകുമ്പോൾ എം സ്ക്വയർ ബൈ എൽ റേസ്റ്റ് 4 ആയിട്ട് പോകണം, അല്ലെങ്കിൽ എം ബൈ എൽ സ്ക്വയറിന് സ്ക്വയറിൻ്റെ പുറത്തേക്ക് എഴുതിയിട്ട് പ്ലസ് എം ബൈ എൽ സ്ക്വയർ ഇൻറ്റു സ്ക്വയർ റൂട്ടിനകത്ത് ജി എം എം ഹോൾ സ്ക്വയർ പ്ലസ് 4L സ്ക്വയർ ഇ ബൈ 2M. അതാണ്. അപ്പോൾ നമുക്കിതിനെ കമ്പയർ ചെയ്യുമ്പോൾ അപ്പോൾ GMM എം സ്ക്വയർ ബൈ എൽ സ്ക്വയർ എന്നുള്ള ടേം അപ്പുറത്തും ഇപ്പുറത്തുണ്ട്, അത് ക്യാൻസലായി പോകും. അല്ലെങ്കിൽ ബാക്കിയുള്ള ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ആണ് അല്ലേ? എ ഇസ് ഈക്വൽ ടു ഈ ടേം, സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ഈ ടേമാണ് നമ്മുടെ എ എന്ന് പറയുന്നത്. അപ്പോൾ എം ബൈ എൽ സ്ക്വയർ സ്ക്വയർ റൂട്ടിനകത്തേക്ക് പോകുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് എം സ്ക്വയർ ബൈ എൽ റേസ്റ്റ് 4, പിന്നെ ജി എം എം
ഹോൾ സ്ക്വയർ പ്ലസ് എം സ്ക്വയർ ബൈ എൽ റേസ് ടു 4 ടു എൽ സ്ക്വയർ ഇ ബൈ എം. 4 എൽ സ്ക്വയർ ഇ ബൈ 2 എമ്മിനെയാണ് നമ്മളിപ്പോൾ 2 എൽ സ്ക്വയർ ഇ ബൈ 2 എം എന്ന് എഴുതിയേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സിംപ്ലിഫൈ ചെയ്തിട്ട് കിട്ടുന്നത് therefore a is equal to, on simplification we will get a is equal to g mm whole square m square by l raised to 4 plus ഇവിടെ 2m ഈ ന്യൂമറേറ്ററിലും അടിയിൽ ഒരു എൽ സ്ക്വയറും ഉണ്ടാവും. 2em by എൽ സ്ക്വയർ ഓൾ റേസ് ടു 1/2. സ്ക്വയർ റൂട്ടിനെ നമ്മൾ ഓൾ റേസ് ടു 1/2 എന്ന് കൊടുക്കണം. ഇക്വേഷൻ നമ്പർ 11. ഇതാണ് നമ്മുടെ എയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഒന്നുകിൽ ഇത് പ്ലോട്ട് ചെയ്യുമ്പോൾ എലിപ്റ്റിക്കൽ ഓർബിറ്റിൻ്റെ കേസാണ് നമ്മളിപ്പോൾ സ്പെഷ്യലായിട്ട് പറയണത് അല്ലേ. എലിപ്റ്റിക്കൽ ഓർബിറ്റ് നമുക്ക് വരയ്ക്കണത് ഒന്നുകിൽ എലിപ്സിൻ്റെ ആക്സിസ് എക്സ് ആക്സിസ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഈ ആംഗിള് തീറ്റ, ഇതാണ് നമ്മുടെ പ്ലാനറ്റ് കറങ്ങുന്നതെങ്കിൽ തീറ്റ 0 is equal to 0 എന്നുള്ള കണ്ടീഷൻ. അല്ലെങ്കിൽ നമ്മൾ മുമ്പ് പറഞ്ഞ മാതിരി ഫസ്റ്റ് സൈറ്റ് ഓഫ് ഏറീസ് എടുത്തിട്ട് എലിപ്സിനെ വരച്ചിട്ട് വേണമെങ്കിൽ എക്സ് ആക്സിസ്, നേരത്തെ എക്സ് ആക്സിസ് ആണ് സെമി മേജർ ആക്സിസ് ആയിട്ട് എടുത്തതെങ്കിൽ വേറെ തരത്തിൽ വരയ്ക്കുമ്പോൾ എക്സ് ആക്സിസിനും ഇതിനിടയിലുള്ള ഈ ആംഗിള് തീറ്റ ആയിട്ട് എടുക്കാം. ഈ എക്സ് ആക്സിസ് ഗാമേനായിട്ടുള്ള ആംഗിൾ തീറ്റ 0 കൊടുക്കാം. രണ്ട് തരത്തിലും വേണമെങ്കിലും വരയ്ക്കാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇക്വേഷൻ 11 മനസ്സിലായി. എ ഈസ് റിലേറ്റഡ് ടു ദ ടോട്ടൽ എനർജി ആൻഡ് ആംഗുലർ മൊമെൻറ്റം. നമുക്ക് ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എ ആൻഡ് തീറ്റ 0 ആണ് കാണേണ്ടത്. ഇപ്പോൾ എയുടെ സിഗ്നിഫിക്കൻസ് ഇപ്പോൾ നമ്മൾ കണ്ടു. ഇനി നമുക്ക് തീറ്റ 0ൻ്റെ കേസ് നോക്കാം. തീറ്റ 0 നമ്മുടെ ഇക്വേഷൻ 4r എൽ സ്ക്വയർ ബൈ ജി എം എം സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എ എൽ സ്ക്വയർ ബൈ ജി എം എം സ്ക്വയർ കോസ് തീറ്റ മൈനസ് തീറ്റ 0. ഈ ഇക്വേഷനിൽ കോസ് തീറ്റ മൈനസ് തീറ്റ 0 +1 ആവണ കണ്ടീഷൻ, +1 ആവണ കണ്ടീഷനാണ്. വെൻ കോസ് തീറ്റ മൈനസ് തീറ്റ 0 ഈസ് ഈക്വൽ ടു +1, ഡിനോമിനേറ്ററിൻ്റെ വാല്യൂ മാക്സിമം ആവും. ഡിനോമിനേറ്റർ മാക്സിമം വാല്യൂ, ഡിനോമിനേറ്റർ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ ആറിൻ്റെ വാല്യൂ മിനിമം, ആർ മിനിമം, ആ പൊസിഷനെയാണ് പറയുന്നത് പെരിലിയോൺ. r is a minimum, cos theta minus theta 0 +1, ഡിനോമിനേറ്ററിൻ്റെ വാല്യൂ മാക്സിമം, അപ്പോൾ ആറിൻ്റെ വാല്യൂ മിനിമം ആവും. ഈ പോയിന്റിനെ പറയുന്ന പേരാണ് പെരിലിയൺ. ദ എക്സ് ആക്സിസ് പെരിലിയണിലൂടെ കടന്നു പോകുന്ന ഒരു ആക്സിസ് ആയിട്ടാണ് വരയ്ക്കുന്നത്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് വരയ്ക്കാം. അപ്പോൾ തീറ്റ 0ൻ്റെ സിഗ്നിഫിക്കൻസ് ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മൾ എയുടെ സിഗ്നിഫിക്കൻസും പറഞ്ഞു, തീറ്റ 0ൻ്റെ സിഗ്നിഫിക്കൻസും പറഞ്ഞു.